കോഴിക്കോട് കൂടരഞ്ഞിയിൽ കിണറ്റിൽ വീണ പുലിയെ പുറത്തെത്തിച്ചു. രാത്രി 1 മണിയോടെ കിണറ്റിൽ സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. ശേഷം പുലിയെ പുറത്തെത്തിക്കുകയായിരുന്നു. ഇംതിയാസ് കരീം ചേർന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇംതിയാസ്, കഴിഞ്ഞ 4 ദിവസമായി കിണറ്റിൽ അകപ്പെട്ട് കഴിഞ്ഞ പുലിയാണ് ഇപ്പോൾ പുറത്തെത്തിച്ചിരിക്കുന്നത്. ഇപ്പോഴാണ് പുലി കൂട്ടിൽ കയറിയത്. ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? സന്ധ്യ അർദ്ധരാത്രി കഴിഞ്ഞും തുടർന്ന ദൗത്യം, വനവകുപ്പിന്റെ ദൗത്യത്തിനൊടുവിലാണ് ഇപ്പോൾ കൂടരഞ്ഞിയിൽ കിണറ്റിൽ വീണ പുലിയെ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. 1 മണിയോടെയാണ് കിണറ്റിൽ സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങിയത്. അതേ തുടർന്ന് പുലി കൂട്ടിൽ കുടുങ്ങിയ ഉടനെ തന്നെ വനവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം ചേർന്ന് പുറത്തെത്തുകയും പുലിയെ ഇപ്പോൾ താമരശ്ശേരിയിലെ റേഞ്ച് ഓഫീസിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പുലി ആരോഗ്യവാനാണ് എന്നാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അറിയിക്കുന്നത്. അതായത് ഈ പുലി 4 ദിവസം മുൻപ് കിണറ്റിൽ വീണ ഉടനെ തന്നെ വലിയ ആശങ്ക ആ നാട്ടിൽ നിലനിന്നിരുന്നു. കടുവയാണോ പുലിയാണോ എന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ടായിരുന്നു. പിന്നീട് അവിടെ തെർമൽ ക്യാമറ അടക്കം സ്ഥാപിച്ചാണ് ഇത് പുലിയാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നത്. ആദ്യഘട്ടത്തിൽ ഇരയാക്കി കൊടുത്തിരുന്ന അതൊക്കെ ഒളിച്ചിരുന്ന പുലി ഭക്ഷിച്ചെങ്കിലും ഇത് പുലിയാണോ എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് കഴിഞ്ഞ ദിവസവും ഈ കോഴിയെ ഒക്കെ ഇരയാക്കി കൊടുത്തിരുന്നു. അതിനുശേഷം തെർമൽ ക്യാമറയിലെ ദൃശ്യവും ഒക്കെ പരിശോധിച്ചതോടു കൂടിയാണ് പുലിയാണ് എന്ന കാര്യത്തിൽ വ്യക്തമാവുന്നത്. അതോടുകൂടി വനംവകുപ്പ് കിണറ്റിലേക്ക് കൂട് ഇറക്കുകയും ആ ദൗത്യം ഇപ്പോൾ പൂർണ്ണമായി വിജയം പ്രാപിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. എന്തായാലും പുലി ആരോഗ്യവാനാണ്. പുലിയെ ഇപ്പോൾ താമരശ്ശേരി റേഞ്ച് ഓഫീസിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ കൂടരഞ്ഞി പെരുമ്പുളയിലെ ഈ ഭാഗത്ത് നേരത്തെയും പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആ പുലിയെ പിടിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ പുലി വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. ആ അർത്ഥത്തിൽ പുലിയെ പിടിച്ചു എന്നുള്ളതിൽ അവിടുത്തെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമുള്ള കാര്യവുമാണ്. സന്ധ്യ, തീർച്ചയായും ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ നൽകിയത്.